ക്യാബേജ് എല്ലാവർക്കും അറിയാം. ക്യാബേജിനെ പറ്റി ഒരുപാട് നല്ല അഭിപ്രായങ്ങളും ചീത്ത അഭിപ്രായങ്ങളുണ്ട്. ക്യാബേജിനെ പറ്റി കുറച്ചൊന്ന് മനസ്സിലാക്കിയിരിക്കും. ക്യാബേജിനകത്ത് അടങ്ങിയിട്ടുള്ളത് ഗ്ലൂട്ടാമിൻ എന്ന് പറയുന്ന ഒരു അമിനോ ആസിഡ്. ഈ അമിനോ ആസിഡ് ഒരു നല്ല ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടിയുള്ള ഒരു ഔഷധമാകുന്നു. ക്യാബേജ് എന്ന് പറയുമ്പോൾ എൻ്റെ ലീഫി ഹെഡ് അറിയാം, വെറും ഇലകളാണ്. അതിൻ്റെ ടെൻഡർ ലീവ്സ്, ക്യാബേജിൻ്റെ അതിൻ്റെ ഉപയോഗിക്കുന്ന ഭാഗം ഗ്രാഹ്യാംശം എന്ന് പറയുന്നത് ലീഫി ഹെഡാണ്. അതിനകത്തുള്ള ഗ്ലൂട്ടാമിൻ എന്ന് പറയുന്ന അമിനോ ആസിഡ്, അതൊരു കെമിക്കൽ. ആ അമിനോ ആസിഡ് അത് നല്ലൊരു പൊട്ടൻ്റായിട്ടുള്ള ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടിയുള്ള ഒരു ഔഷധമാകുന്നു. അത് വേവിച്ച് കഴിക്കുമ്പോൾ ശരിക്കും ക്യാബേജ് വേവിച്ച് കഴിച്ച ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉള്ള ഒരു ഔഷധമാണ് ഗ്ലൂട്ടാമിൻ എന്ന് പറയുന്ന അമിനോ ആസിഡാണ്. അതിനകത്ത് ഇൻഡോൾ 3 കാർബിനോൾ എന്ന് പറയുന്ന ഒരു കെമിക്കൽ, ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് ക്യാബേജിനകത്ത്. ആ കെമിക്കൽ കോശങ്ങളുടെ ശരിക്കും ഒരു കറക്റ്റീവ് മെക്കാനിസം, ക്യാൻസർ ഉണ്ടാകുമ്പോൾ ക്യാൻസറിൻ്റെ തുടർന്ന് കോശങ്ങളുടെ വിഭജനമൊക്കെ സംഭവിക്കുമ്പോൾ ഈ ഇൻഡോൾ 3 കാർബിനോൾ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് അത് ക്യാബേജിൻ്റെ ലീഫിൽ ഉണ്ടാകുന്ന ഒരുതരം കെമിക്കലാണ്. ഈ കെമിക്കൽ ഈ DNA കറക്ഷന് സഹായിക്കുന്നു, ഇൻഡോൾ 3 കാർബിനോൾ ഉള്ളതുകൊണ്ട്. അതുകൊണ്ട് തന്നെ സെൽസിൻ്റെ ഗ്രോത്ത്, അൺനാച്ചുറൽ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് സെൽസ് ഇൻ ക്യാൻസർ രോഗികളിൽ സാധാരണയിൽ അമിതമായിട്ടുണ്ടാകുന്ന കോശങ്ങളുടെ മൾട്ടിപ്ലിക്കേഷൻ, അവിടെ DNA പ്രവർത്തനങ്ങളെ സഹായിക്കാനും അൺനാച്ചുറൽ മൾട്ടിപ്ലിക്കേഷൻ ഒഴിവാക്കാനും അങ്ങനെ ക്യാൻസർ കോശങ്ങളുടെ സാധാരണമായ ഗ്രോത്ത് അറസ്റ്റ് ചെയ്യാനും ഇൻഡോൾ 3 കാർബിനോൾ എന്ന് പറയുന്ന കെമിക്കൽ സഹായിക്കുന്നു. അപ്പോൾ അതിൻ്റെ പ്രത്യേകത, ഏറ്റവും സവിശേഷമായ പ്രത്യേകത, ക്യാബേജ് വേവിച്ച് കഴിച്ചാൽ അടങ്ങിയിട്ടുള്ള ഗ്ലൂട്ടാമിൻ എന്ന് പറയുന്ന അമിനോ ആസിഡ് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉള്ളതാകുന്നു. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത റിച്ച് ഇൻ വൈറ്റമിൻ സി ആണ്. ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളത് വൈറ്റമിൻ സി ആണ്. വൈറ്റമിൻ എ ഉണ്ട്, ബാക്കി ഘടകങ്ങളൊക്കെ വിറ്റാമിനുകളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും വൈറ്റമിൻ സി ആണ് ഏറ്റവും കൂടുതലായി അടങ്ങിയിട്ടുള്ളത്. ഇതിൻ്റെ വേറൊരു പ്രത്യേകത, ക്യാബേജിൽ അടങ്ങിയിട്ടുള്ള പ്രധാന ഘടകങ്ങൾ 100 ഗ്രാം ക്യാബേജിൽ 5.8 ഗ്രാം കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുണ്ട്, 3.2 ഗ്രാം ഷുഗറുണ്ട്, 2.5 ഗ്രാം ഡയറ്ററി ഫൈബർ അടങ്ങിയിട്ടുണ്ട്. ഇൻസോളിബിൾ ആയിട്ടുള്ള ഡയറ്ററി ഫൈബറാണ് ക്യാബേജിൽ അടങ്ങിയിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ യൂറോപ്യൻ ഫോക്ക് മെഡിസിൻ, യൂറോപ്യൻ രാജ്യങ്ങളിൽ പച്ചയ്ക്ക് ക്യാബേജ് കഴിക്കുന്നത് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉണ്ട് എന്നതിനാൽ പെപ്റ്റിക് അൾസറിൽ വളരെ വിശേഷമായിട്ട് യൂറോപ്യൻ രാജ്യങ്ങളിൽ ടെൻഡർ ലീവ്സ്, ഇപ്പം ക്യാബേജ് എല്ലാം കളഞ്ഞിട്ട്, ക്യാബേജ് ടെൻഡർ ലീഫി ഹെഡാണല്ലോ ക്യാബേജ് എന്ന് പറയുമ്പോൾ, ആ ഇല കഴിക്കുന്നത് യൂറോപ്യൻ രാജ്യങ്ങളിൽ പെപ്റ്റിക് അൾസറിന് പച്ചയ്ക്ക് ക്യാബേജ് ജ്യൂസ് അടിച്ച് കഴിക്കുന്നത് പെപ്റ്റിക് അൾസർ രോഗികൾക്കൊരു ചികിത്സയായിട്ട്, അവിടുത്തെ ഒരു പാരമ്പര്യ ചികിത്സയായിട്ട് അവർ ഉപയോഗിച്ചു വരുന്നു. അപ്പോൾ ക്യാബേജിൻ്റെ പ്രത്യേകതകൾ, ഗ്ലൂട്ടാമിൻ എന്ന് പറയുന്ന അമിനോ ആസിഡ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് അത് ആൻറ്റി ഇൻഫ്ലമേറ്ററിയാണ് വേവിച്ച് കഴിക്കുമ്പോൾ. ഇൻഡോൾ 3 കാർബിനോൾ എന്ന് പറയുന്ന കെമിക്കൽ അത് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് DNA ഫർദർ ആയിട്ടുള്ള ആക്ഷന് അതായത് കോശങ്ങളുടെ അൺനാച്ചുറൽ മൾട്ടിപ്ലിക്കേഷൻ, സെൽ ഗ്രോത്ത്, അത് ക്യാൻസർ ഗ്രോത്തിന് ഉണ്ടാകാതിരിക്കാൻ സഹായിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അങ്ങനെ സഹായിക്കുന്നു. യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇതിൻ്റെ ഒരു പ്രത്യേകത, പച്ചയ്ക്ക് വേവിക്കാതെ തന്നെ ജ്യൂസ് അടിച്ച് കഴിക്കുന്നു, പെപ്റ്റിക് അൾസറിന് ചികിത്സയായിട്ട് ഇത് ഉപയോഗിക്കുന്നു. ഇതിനകത്ത് 5.8 കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുണ്ട്, 3.2 ഷുഗർ, 2.5 ഡയറ്ററി ഫൈബറുകൾ അടങ്ങിയിട്ടുണ്ട്. ധാരാളമായി വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഒരു ഒരു വെജിറ്റബിളാണ് ക്യാബേജ്. ഇതിലൊരു ചെറിയൊരു ദോഷം ഉണ്ട് എന്ന് പറയുന്നത്, ക്യാബേജിൻ്റെ പ്രത്യേകത, ക്യാബേജ് ഗോയിട്രോജൻ എന്ന് പറയുന്ന ഒരു സ്വഭാവവിശേഷം പറയപ്പെടുന്നു. അതായത് ക്യാബേജ് കഴിക്കുന്നതിലൂടെ T3 T4 എന്ന് പറയുന്ന തൈറോയിഡ് എൻസൈമുകൾ, ഹോർമോണുകൾ കുറയുന്നു. അങ്ങനെ TSH, തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, കൂടാൻ കാരണമാകുന്നു.
തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ കൂടാൻ കാരണമാകുന്നു എന്നുള്ളത് കൊണ്ട് അതിലൂടെ കുറേശ്ശെ ഗോയിറ്റർ എന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നു എന്നുള്ളത് പഠനങ്ങളിലൂടെ മനസ്സിലാകുന്നു. അത് അല്ലെങ്കിൽ വായിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നു. അതിന് ഗോയിട്രോജൻ എന്നുള്ള ഒരു പ്രോപ്പർട്ടി ഉണ്ട്. അതുകൊണ്ട് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ട് പച്ചയ്ക്ക് കഴിക്കുന്നത് അൾസർ എന്ന് പറയുന്ന രീതിയിൽ രണ്ടും കൂടെ വരുമ്പോൾ ഒരു കോൺട്രഡിക്റ്ററി ആണ് എന്നുള്ളതിനാൽ പച്ചയ്ക്ക് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉള്ള പെപ്റ്റിക് അൾസറിന് ക്യാബേജിൻ്റെ ജ്യൂസ് കഴിക്കുക എന്നുള്ള ആ ഒരു സ്വഭാവം ഒഴിവാക്കുന്നത് നന്നായിരിക്കുമെന്നുള്ളതാണ് വ്യക്തിപരമായി എനിക്ക് പറയാനുള്ളത്. വളരെ പ്രാധാന്യത്തോടു കൂടി നമ്മൾ ഇതിനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ ക്യാബേജ് ഉപയോഗിക്കാം, പുഴുങ്ങി ഉപയോഗിക്കാം, പച്ചയ്ക്ക് ഉപയോഗിക്കാതിരിക്കാൻ ശ്രമിക്കുക. അത് യൂറോപ്യൻ ഫോക്ക് മെഡിസിനിൽ അത് ആൻറ്റി ആസിഡ് പ്രോപ്പർട്ടി ഉള്ളതാണ് എന്ന് പറയുന്നുണ്ട് എങ്കിലും അത് ഒഴിവാക്കുന്നത് നന്നായിരിക്കും. ബാക്കിയുള്ള ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉണ്ട്, ആൻറ്റി ക്യാൻസറസ് പ്രോപ്പർട്ടി ഉണ്ട്, പ്രോസ്റ്റേറ്റ് ക്യാൻസറിന് ശമിപ്പിക്കാനുള്ള കഴിവ് പ്രത്യേകിച്ചുണ്ട്, യൂറിനറി ആയിട്ടുള്ള പ്രോബ്ലംസിൽ അത് ക്യൂറിന് സഹായിക്കുന്നു.